സൂര്യനും ഭൂമിക്കുമിടയിൽ നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ കടന്നു വരുമ്പോൾ സൂര്യനെ നമ്മുടെ കാഴ്ചയിൽ നിന്നും മറയ്ക്കുന്നതാണല്ലോ സൂര്യഗ്രഹണം. വിശ്വാസപരമായും ശാസ്ത്രപരമായും ഏറെ പ്രാധാന്യം നിറഞ്ഞതാണ് ഓരോ സൂര്യഗ്രഹണവും. ഒരു വർഷത്തിൽ പരമാവധി 5 സൂര്യഗ്രഹണങ്ങൾ വരെ സാധ്യതയുണ്ട്. ഹിന്ദു വിശ്വാസപ്രകാരം പരിശോധിച്ചാൽ സൂര്യഗ്രഹണ സമയത്ത് ക്ഷേത്രങ്ങൾ തുറക്കാൻ പാടില്ല എന്നാണ്. കാരണം ഈ സമയം സൂര്യരശ്മികൾക്ക് ഏറെ ശക്തിയുണ്ടെന്നും ഇത് വിഗ്രഹത്തിന്റെ ചൈതന്യത്തെ ആവാഹിക്കുമെന്നുമാണ് കരുതപ്പെടുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ ആളുകൾ ഇത്തരം വിശ്വാസങ്ങൾ കാരണം ഈ സമയത്ത് പുറത്തിറങ്ങാറില്ലായിരുന്നു. സൂര്യഗ്രഹണം വിശ്വാസികളെ ഭയപ്പെടുത്തുമെങ്കിലും ശാസ്ത്രലോകത്തിന് ഇത് വിവിധ ഗോളങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള സമയമാണ്. എങ്കിലും നേരിട്ട് സൂര്യനെ നോക്കരുതെന്ന് ശാസ്ത്രലോകവും പറയുന്നു. സൂര്യനിലെ ശക്തമായ വികിരണങ്ങൾ ഈ സമയം നേരിട്ട് നോക്കിയാൽ അവ നഗ്ന നേത്രങ്ങൾക്ക് അപകടകരമാണ്. സൂര്യഗ്രഹണം മനസ്സിലാക്കുന്ന മിക്ക പക്ഷികളും അതിനു മുമ്പ് കൂടണയാറുണ്ട്. അതിനാൽ ആ സമയം നിശബ്ദതയാണ് ഉണ്ടാകുക. രാത്രി പുറത്തിറങ്ങുന്ന ചില ജന്തുക്കൾ ഈ സമയം പുറത്ത് വരികയും ചെയ്യും. അത് പണ്ടുകാലത്തെ മനുഷ്യരെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ചില ജീവികൾ ആശങ്കപ്പെടുന്നതും ഈ സമയം കാണാം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം സംഭവിക്കാൻ പോകുന്നത് അടുത്ത വർഷമാണ്. ഈ സമയം ഭൂമിയാകെ ഇരുട്ട് പരക്കും. പക്ഷി മൃഗാദികൾ നിശബ്ദരാകും. ഈ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നത് 2027 ഓഗസ്റ്റ് 2-നാണ്. അന്ന് യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ ഇത് വ്യക്തമായി കാണാം. സ്പെയിൻ, ജിബ്രാൾട്ടർ, മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, ലിബിയ, ഈജിപ്ത്, സുഡാൻ, സൗദി അറേബ്യ, യമൻ, സൊമാലിയ എന്നീ രാജ്യങ്ങളിലാണ് നന്നായി സൂര്യഗ്രഹണം കാണുക. 258 കിലോമീറ്റർ നീളമുള്ള സൂര്യന്റെ നിഴലാകും ഈ പ്രദേശത്തു കൂടി കടന്നു പോകുന്നത്. പൂർണ്ണ സൂര്യഗ്രഹണവും 2 അല്ലെങ്കിൽ 3 മിനിറ്റ് മാത്രമാണ് നീണ്ടു നിൽക്കുക. എന്നാൽ അടുത്ത വർഷം നടക്കുന്നതാകട്ടെ 6 മിനിറ്റും 23 സെക്കൻഡുകളുമാകും അത് ഉണ്ടാവുക. ഇന്ത്യയിൽ ഇത് വൈകിട്ട് 3:30 മുതൽ 6 മണിവരെയുള്ള സമയത്തിനിടയിലാകും. എന്നാൽ മറ്റിടങ്ങളിൽ ഇത് പട്ടാപ്പകലാകും. അത്തരം ഇടങ്ങളിൽ പകൽ കൂരിരുട്ടുണ്ടായേക്കാം. 1991-ലും 2114-നും ഇടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇതാകും. സൂര്യന്റെ രശ്മികൾ കുറച്ചുനേരം വരാതാകുന്നതോടെ അന്തരീക്ഷ താപനില കുറച്ചു കുറയും. ഈ സമയം സൂര്യന്റെ വാതകം നിറഞ്ഞ പുറംഭാഗമായ കൊറോണ ഭംഗിയായി കാണാൻ സാധിക്കും. ഇതിനു മുൻപ് ഇത്രയധികം സമയം നീണ്ടുനിന്ന സൂര്യഗ്രഹണം ഈ നൂറ്റാണ്ടിൽ സംഭവിച്ചത് പസഫിക്, ഏഷ്യ ഭാഗങ്ങളിൽ കണ്ട ഗ്രഹണമാണ്. അടുത്ത വർഷം നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഭൂമിയോട് അല്പം കൂടി അടുത്ത് നിൽക്കും. എന്നാൽ സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തിലുള്ള അഫിലിയോൺ എന്ന രേഖയിലാണ് ഭൂമി ഉണ്ടാവുക. ഭൂമധ്യരേഖയ്ക്ക് സമീപത്ത് കൂടിയാകും സൂര്യന്റെ നിഴൽ വീഴുക. അതിനാൽ സാധാരണയിലും പതിയെയാകും ഗ്രഹണം സംഭവിക്കുന്നത്. 2026-ൽ വലിയ സൂര്യഗ്രഹണത്തിനാണ് സാധ്യത. ഫെബ്രുവരി 17-ഉണ്ടാകുന്ന ഈ സൂര്യഗ്രഹണം കാരണം സൂര്യൻ പൂർണ്ണമായും മറയില്ല. സൂര്യനിലെ ബാഹ്യഭാഗം ഒരു വലയമായി ഭംഗിയിൽ കാണാൻ സാധിക്കും. ഈ അടുത്തിടയ്ക്ക് മറ്റൊരു പഠനം ചർച്ചയായിരുന്നു. ഒരു ദിവസം എന്നത് 24 മണിക്കൂർ ദൈർഘ്യമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. സൂര്യന്റെ സ്ഥാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയുടെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. എന്നാൽ 25 മണിക്കൂർ ദൈർഘ്യമുള്ള ദിവസം ഉണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ സിനിമയിലെ ഏതെങ്കിലും ഒരു സീനുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുമെങ്കിലും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇത് സംഭവിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഭൂമിയിൽ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം മൂലമാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചന്ദ്രൻ സമുദ്രങ്ങളിൽ വേലിയേറ്റ വീക്കങ്ങൾ സൃഷ്ടിക്കുന്നു. കൂടാതെ ഈ വീക്കങ്ങൾ ചന്ദ്രനുമായി പൂർണ്ണമായും വിന്യസിക്കാത്തതിനാൽ അവ ഭൂമിയുടെ ഭ്രമണത്തിൽ ഒരു ചെറിയ ബ്രേക്കിംഗ് ബലം നടത്തുന്നു. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം സമുദ്രങ്ങൾ ചെറുതായി വീർക്കാൻ കാരണമാകുന്നു. ഈ പ്രതിപ്രവർത്തനം ഒരു ബ്രേക്ക് പോലെ പ്രവർത്തിക്കുകയും കാലക്രമേണ ഭൂമിയുടെ ഭ്രമണത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുമെന്നാണ് നാസ വിശദീകരിക്കുന്നത്. ഹിമാനികൾ ഉരുകുന്നതും ഭൂമിയുടെ ഭ്രമണത്തെ മന്ദഗതിയിലാക്കാൻ കാരണമാകുന്നു. ഇത് പെട്ടെന്ന് നടക്കുന്ന മാറ്റമല്ല. ഏകദേശം ഒരു നൂറ്റാണ്ടിൽ 1.7 മില്ലി സെക്കൻഡിൽ മാത്രമേ വ്യത്യാസം വരികയുള്ളൂ. ഭൗതികശാസ്ത്ര അസിസ്റ്റന്റ് പ്രൊഫസറായ സാറ മിൽഹോളൻഡ് ലൈഫ് സയൻസിനോട് പറഞ്ഞതുപോലെ ചരിത്രത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ ചെറുതും ദൈർഘ്യമേറിയതുമായ ദിവസങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഏകദേശം 19 മണിക്കൂർ മാത്രമായിരുന്നു. അതുപോലെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പ്രതിവർഷം 400 ദിവസത്തിലധികം അനുഭവപ്പെട്ടിരുന്നുവെന്നും ഓരോ ദിവസവും 21 മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിന്നിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമി രൂപപ്പെട്ടതിന് പിന്നാലെ ഒരു ദിവസം വെറും 10 മണിക്കൂറിൽ താഴെ മാത്രമേ നീണ്ടു നിന്നിട്ടുള്ളൂ. അതുപോലെ 24 മണിക്കൂറിനേക്കാൾ ദൈർഘ്യമുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബാധിക്കുമോ? ഭൂമിയുടെ ഭ്രമണ നിരക്കിലെ മാറ്റം ക്രമേണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പരിണാമ പ്രക്രിയകൾക്ക് കാലക്രമേണയുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്നാണ് കാൽടെക്കിലെ ഗ്രഹശാസ്ത്രജ്ഞൻ പറയുന്നത്. ഇന്നും ഭൂമിയുടെ ഭ്രമണം പൂർണ്ണമായും സ്ഥിരമല്ല. ചെറിയ വ്യതിയാനങ്ങൾ കാരണം നമ്മുടെ
സമയ സൂചന ഭൂമിയുടെ ഭ്രമണവുമായി സമന്വയിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞർ ഇടയ്ക്കിടെ ആറ്റോമിക് ക്ലോക്കുകളിൽ ലിപ് സെക്കൻഡുകൾ ചേർക്കുന്നു. ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റഫറൻസ് സിസ്റ്റംസ് സർവീസ് സൂചിപ്പിക്കുന്നത് പോലെ ഭൂമിയുടെ ഭ്രമണം ആറ്റോമിക് സമയത്തിൽ നിന്ന് 0.9 സെക്കൻഡിൽ കൂടുതൽ വ്യതിചലിക്കുമ്പോൾ ലിപ് സെക്കൻഡുകൾ ചേർക്കുന്നു. ചുരുക്കത്തിൽ 25 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ദിവസം വരാനിരിക്കുന്ന ഗ്രഹങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ സൂചനയല്ല.